ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതോടെ രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. സംസ്ഥാനത്ത് പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. ബിജെപി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ വീണ്ടും കേരളത്തിലെത്തും. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് ഇന്ന് സമാപനം. സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതുവരെ സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് നിർത്തിവച്ചു. റേഷൻ കടകൾക്ക് ഇന്ന് അവധി. കടുവ സാന്നിധ്യത്തെ തുടർന്ന് കണ്ണൂർ കേളകത്ത് നിരോധനാജ്ഞ തുടരുന്നു. മൂന്നാർ മാട്ടുപ്പെട്ടിയിൽ പരിഭ്രാന്തി പരത്തി കാട്ടാന. കൊച്ചി വാട്ടർ മെട്രോ പുതുതായി ആരംഭിച്ച റൂട്ടുകളിൽ സർവീസ് ആരംഭിച്ചു. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പോരാട്ടം. വാർത്തകൾ വിശദമായി. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തീയതികൾ പ്രഖ്യാപിച്ചതോടെ രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. വേനൽ ചൂടിനെ വെല്ലുന്ന പ്രചാരണത്തിനായിരിക്കും വരും ദിവസങ്ങൾ സാക്ഷ്യം വഹിക്കുക. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം അടുത്ത മാസം 19-ന് നടക്കാനിരിക്കെ പ്രചാരണം ഊർജിതമാക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനി കേവലം 32 ദിവസങ്ങൾ മാത്രമാണുള്ളത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കാനും പരമാവധി പ്രചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമുള്ള തിരക്കിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. കേന്ദ്രത്തിൽ മൂന്നാമതും ഭരണ തുടർച്ച ലക്ഷ്യമിട്ട് ബിജെപിയുടെ നേതൃത്വത്തിൽ എൻഡിഎയും കൈവിട്ട ഭരണം തിരികെ പിടിക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ INDA സഖ്യവും ശ്രമങ്ങൾ ഊർജിതമാക്കി. പശ്ചിമബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന തൃണമൂൽ കോൺഗ്രസും പഞ്ചാബ് സർക്കാർ ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയും മായാവതിയുടെ ബഹുജൻ സമാജ്വാദി പാർട്ടിയുമെല്ലാം തങ്ങളുടെ ഭാഗധേയം ഉറപ്പിക്കാനുള്ള തിരക്കിലാണ്. INDA സഖ്യരൂപീകരണത്തിൽ മുന്നിട്ട് നിന്ന നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള JDU NDA സഖ്യത്തിലേക്ക് തിരികെ എത്തിയതും സമാജ്വാദി പാർട്ടി, CPIM, CPI, DMK തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ട് വിഹിതവുമെല്ലാം ദേശീയ രാഷ്ട്രീയത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്നറിയാൻ ജൂൺ 4 വരെ കാത്തിരിക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ വീണ്ടും കേരളത്തിലെത്തും. പാലക്കാട് നഗരത്തിൽ പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തും. രാവിലെ 10 മണിയോടെ ആരംഭിക്കുന്ന റോഡ് ഷോയുടെ ഭാഗമായി നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ടാകും. 3 മാസത്തിനിടെ ഇത് 5ാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ കേരള സന്ദർശനമാണിത്. അതേസമയം പ്രധാനമന്ത്രി ഇന്ന് ആന്ധ്രാപ്രദേശിൽ NDA തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആന്ധ്രാപ്രദേശിൽ നടക്കുന്ന NDAയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് യോഗമാണിത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ സമാപന സമ്മേളനം ഇന്ന്. മുംബൈ ശിവാജി പാർക്കിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിലും മെഗാ റാലിയിലും നിരവധി നേതാക്കൾ പങ്കെടുക്കും. യാത്രയുടെ പര്യടനം ഇന്നലെ മുംബൈയിൽ സമാപിച്ചു. അംബേദ്കർ സ്മൃതി മണ്ഡപ് ഭൂമിയിലാണ് യാത്ര അവസാനിപ്പിച്ചത്. മണിപ്പൂരിൽ നിന്ന് ജനുവരി 14-ന് ആരംഭിച്ച യാത്ര 15 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നുപോയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്തെ മുന്നണികളുടെ പ്രചാരണത്തിന് ചൂടേറി. വിവിധ മുന്നണി സ്ഥാനാർത്ഥികൾ പ്രചാരണം ഊർജിതമാക്കി. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ ഇന്ന് കാട്ടാക്കടയിൽ പ്രചാരണത്തിനെത്തി. തിരുവനന്തപുരം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ ഇന്ന് പാറശാലയിലെ വിവിധ മേഖലാ യോഗങ്ങളിൽ പങ്കെടുക്കും. UDF സ്ഥാനാർത്ഥികളും പ്രചാരണം ശക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിൽ അടുത്ത മാസം 26-നാണ് കേരളം വിധിയെഴുതുക. ഈ മാസം 28-ന് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും. ഏപ്രിൽ 4-നാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കുറ്റമറ്റതാക്കാൻ 4M ഫോർമുല അടിസ്ഥാനപ്പെടുത്തിയുള്ള നടപടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മണി അഥവാ പണം, മസിൽ പവർ അഥവാ സംഘടിത ശക്തി, മിസ് ഇൻഫർമേഷൻ അഥവാ തെറ്റായ പ്രചാരണങ്ങൾ, പെരുമാറ്റച്ചട്ട ലംഘനം എന്നിവ അനുവദിക്കില്ല എന്നതാണ് 4M ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കമ്മീഷൻ അറിയിച്ചു. തെരഞ്ഞെടുപ്പിനിടെ എവിടെയെങ്കിലും അക്രമം നടന്നാൽ നിർദാക്ഷിണ്യം നടപടിയെടുക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ അറിയിച്ചു. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ മറ്റു രാജ്യങ്ങൾക്ക് പിന്തുടരാനും അനുകരിക്കാനുമുള്ള മാതൃകയാക്കി മാറ്റും. വിദ്വേഷ പ്രസംഗങ്ങളും ജാതി മത അടിസ്ഥാനത്തിലുള്ള ആക്ഷേപങ്ങളും അനുവദിക്കില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷണ സംവിധാനം ജില്ലകളിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാനാർത്ഥികളുടെ വരവ് ചെലവുകൾ നിരീക്ഷിക്കുന്നതിനും സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിനുമാണ് സംവിധാനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. റേഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതിന് NIC-ക്കും IT മിഷനും കൂടുതൽ സമയം വേണ്ടിവരുന്നതിനാൽ കേരളത്തിലെ റേഷൻ മസ്റ്ററിംഗ് നിർത്തിവയ്ക്കുന്നതായി മന്ത്രി GR അനിൽ. റേഷൻ വിതരണം എല്ലാ കാർഡുകൾക്കും സാധാരണ നിലയിൽ നടക്കും. സാങ്കേതിക തകരാർ പൂർണ്ണമായും പരിഹരിച്ചതായി NIC-യും IT മിഷനും അറിയിച്ചതിനുശേഷം മാത്രമേ മസ്റ്ററിംഗ് പുനരാരംഭിക്കുകയുള്ളൂ. എല്ലാ മുൻഗണനാ കാർഡ് അംഗങ്ങൾക്കും മസ്റ്ററിംഗ് ചെയ്യുന്നതിനാവശ്യമായ സമയവും സൌകര്യവും ഒരുക്കുമെന്നും ഇത് സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്നും മന്ത്രി അറിയിച്ചു.
ഇന്ന് റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. സബ്സിഡി സാധനങ്ങൾ സപ്ലൈകോ വിൽപ്പനശാലകളിൽ എത്തിക്കാൻ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഈ മാസം അവസാനത്തോടെ എല്ലാ സബ്സിഡി ഇനങ്ങളും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ എത്തുമെന്നും മന്ത്രി അറിയിച്ചു. കണ്ണൂർ കേളകം പഞ്ചായത്തിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് അധികൃതർ കൂട് സ്ഥാപിച്ചു. വൈകിട്ട് വരെ പ്രദേശത്ത് നിരോധനാജ്ഞ നിലവിലുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ. പഞ്ചായത്തിലെ അടയ്ക്കാത്തോട് കരിയാങ്കാപ്പിലാണ് ഇന്നലെ കടുവയെ കണ്ടതായി പ്രദേശവാസികൾ വനംവകുപ്പിനെ അറിയിച്ചത്. വാളമുക്കിലെ ഹമീദ് റാവുത്തർ കോളനിയിലാണ് ഇതേ തുടർന്ന് വനംവകുപ്പ് അധികൃതർ കൂട് സ്ഥാപിച്ചത്. അടയ്ക്കാത്തോട് ടൌണിലും 6-ാം വാർഡായ നാരങ്ങാത്തട്ടിലും ഇന്ന് വൈകിട്ട് 4 മണിവരെ നിരോധനാജ്ഞ നിലവിലുണ്ട്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യമുള്ളതായി പ്രദേശത്തെ വീട്ടുകാർ പറയുന്നു. വനംവകുപ്പ് ഡ്രോൺ ഉപയോഗിച്ചും തിരച്ചിൽ നടത്തി. അതിനിടെ ആർളം ഫാമിലെ പുനരധിവാസ മേഖലയിൽ പുലിയെ കണ്ടെന്ന വിവരത്തെ തുടർന്ന് വനംവകുപ്പ് പ്രദേശത്ത് ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇടുക്കി മൂന്നാറിൽ വിനോദസഞ്ചാരികൾ ഏറെ എത്തുന്ന മാട്ടുപ്പെട്ടി ബോട്ടിംഗ് സെന്ററിന് സമീപത്ത് പടയപ്പ എന്ന കാട്ടാന ഇറങ്ങിയത് പരിഭ്രാന്തി പരത്തി. പെട്ടിക്കടകൾ തകർത്ത പടയപ്പ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെടുത്തുകയും ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. കഴിഞ്ഞ ദിവസങ്ങളിൽ കന്നിമല ഭാഗങ്ങളിൽ നിലയുറപ്പിച്ചിരുന്ന കാട്ടുകൊമ്പൻ പടയപ്പ രാവിലെ 6:30ഓടെയാണ് മാട്ടുപ്പെട്ടി ബോട്ടിംഗ് സെന്ററിന് സമീപം എത്തിയത്. വഴിയോരത്തെ കട പൂർണ്ണമായും തകർത്ത ആന അകത്തുള്ള ഭക്ഷണ സാധനങ്ങളും കഴിച്ചു. അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുത്തുകയും ചെയ്തു. ആളുകൾ ഓടിക്കൂടി ബഹളം വെച്ചെങ്കിലും ഏറെ നേരം ജനവാസ മേഖലയിൽ ആശങ്ക പരത്തി പടയപ്പ അവിടെ തന്നെ തുടർന്നു. ഇതിനുശേഷം RRT സംഘമെത്തി ആനയെ കാട്ടിലേക്ക് തുരത്തി. കഴിഞ്ഞ ആഴ്ചയിൽ മൂന്നാറിൽ വിനോദസഞ്ചാരികളുടെ കാറിന് നേരെ പടയപ്പ പാഞ്ഞെടുത്തതും ഏറെ ആശങ്ക പരത്തിയിരുന്നു. അന്ന് ആനയുടെ ആക്രമണത്തിൽ കാർ തകർന്നെങ്കിലും യാത്രക്കാർ ഇറങ്ങി ഓടിയതിനാൽ ആളപായമുണ്ടായില്ല. മൂന്നാറിൽ പടയപ്പയുടെ ആക്രമണം തുടർക്കഥയാകുന്നത് വനംവകുപ്പിന് വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. ഒരു മാസത്തിനുള്ളിൽ മാത്രമായി ഇത് 5-ാം തവണയാണ് മൂന്നാറിൽ പടയപ്പയുടെ ആക്രമണം നടന്നത്. കൊച്ചി വാട്ടർ മെട്രോ പുതുതായി ആരംഭിച്ച റൂട്ടുകളിൽ സർവീസ് ആരംഭിച്ചു. ഹൈക്കോടതി ടെർമിനലിൽ നിന്ന് ബോൾഗാട്ടി വഴി സൌത്ത് ചിറ്റൂർ ടെർമിനലിലേക്ക് രാവിലെ 7:45-നും 9-നും വൈകിട്ട് 5:20-നും 6:45-നും സർവീസ് ഉണ്ടാകും. സൌത്ത് ചിറ്റൂരിൽ നിന്ന് രാവിലെ 8 മണിക്കും 8:50-നും വൈകിട്ട് 5:45-നും 6:20-നും സർവീസ് ഉണ്ടായിരിക്കും. മറ്റൊരു റൂട്ടായ സൌത്ത് ചിറ്റൂരിൽ നിന്ന് ഏലൂർ വഴി ചേരാനല്ലൂരിലേക്കുള്ള വാട്ടർ മെട്രോ സൌത്ത് ചിറ്റൂരിൽ നിന്ന് രാവിലെ 10 മണിക്കും 11:30-നും ഉച്ചകഴിഞ്ഞ് 1:15-നും 2:45-നും വൈകിട്ട് 4:15-നും പുറപ്പെടും. യാത്രക്കാരാണ് യജമാനന്മാരെന്നും ഒരാൾ കൈ കാണിച്ചാലും ബസ് നിർത്തണമെന്നും ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ കെഎസ്ആർടിസി ജീവനക്കാർക്ക് അയച്ച തുറന്ന കത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സ്ത്രീകളെയും കുട്ടികളെയും ഇരുട്ടിലിറക്കി വിടരുതെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. കെഎസ്ആർടിസിയുടെ നേതൃത്വത്തിൽ കുറഞ്ഞ നിരക്കിൽ ഡ്രൈവിംഗ് പരിശീലനം നൽകുന്ന 22 ഡ്രൈവിംഗ് സ്കൂളുകൾ അടുത്ത മാസം പ്രവർത്തനം ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ കോഴിക്കോട്, മാനന്തവാടി, തലശ്ശേരി, കാഞ്ഞങ്ങാട്, എടപ്പാൾ, ചിറ്റൂർ, പൊന്നാനി, നിലമ്പൂർ എന്നിവിടെയടക്കം ഡിപ്പോകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രവർത്തനം. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. രാത്രി 7:30-ന് ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. സ്മൃതി മന്ധാനയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നയിക്കുന്നത്. മക് ലാനിംഗാണ് ഡൽഹി ക്യാപിറ്റൽസിനെ നയിക്കുന്നത്. മലയാളിയായ മിന്നുമണി ഡൽഹിക്ക് വേണ്ടിയും ആശാ ശോഭന ബാംഗ്ലൂരിനു വേണ്ടിയും മത്സരിക്കും. ഓൾ ഇംഗ്ലണ്ട് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ഇന്തോനേഷ്യൻ താരങ്ങളായ ജൊനാഥൻ ക്രിസ്റ്റിയും ആന്റണി ഗിൻഡിങ്ങും തമ്മിൽ ഏറ്റുമുട്ടും. സെമിയിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെന്നിനെ പരാജയപ്പെടുത്തിയാണ് ജൊനാഥൻ ഫൈനലിലെത്തിയത്. സംസ്ഥാനത്ത് ചൂട് തുടരുന്നു. 10 ജില്ലകളിൽ ഈ മാസം 20 വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം, പത്തനംതിട്ട, തൃശൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ്. 2 കേസുകളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നോട്ടീസ്. ഈ മാസം വ്യാഴാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതോടെ രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. സംസ്ഥാനത്ത് പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. ബിജെപി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ വീണ്ടും കേരളത്തിലെത്തും. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് ഇന്ന് സമാപനം. സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതുവരെ സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് നിർത്തിവച്ചു. റേഷൻ കടകൾക്ക് ഇന്ന് അവധി. കടുവ സാന്നിധ്യത്തെ തുടർന്ന് കണ്ണൂർ കേളകത്ത് നിരോധനാജ്ഞ തുടരുന്നു. മൂന്നാർ മാട്ടുപ്പെട്ടിയിൽ പരിഭ്രാന്തി പരത്തി കാട്ടാന. കൊച്ചി വാട്ടർ മെട്രോ പുതുതായി ആരംഭിച്ച റൂട്ടുകളിൽ സർവീസ് ആരംഭിച്ചു.
വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.